രോഹിണി ഇന്ന് നമുക്കൊരു അതിഥിയുണ്ടല്ലേ പുത്തൻപുലരിയിൽ. വിഷ്ണുവിനെ സംവിധാനം ചെയ്ത ആനന്ദ് ശ്രീബാല തിയേറ്ററുകളിലെത്തി. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രത്തിലെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ച നടൻ സൈജു കുറുപ്പിനുമായുള്ള അഭിമുഖം കണ്ടുവരാം. ഏറ്റവും പുതിയ ചിത്രമായ ആനന്ദ് ശ്രീബാലയുടെ വിശേഷങ്ങളുമായി സൈജു കുറുപ്പാണ് നമ്മോടൊപ്പം ചേരുന്നത്. സൈജു, ഒരു പേര് തന്നെ ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു പേര്. ആനന്ദ് ശ്രീബാല എന്ന് പറയുമ്പം എന്തോ ഒരു വലിയ ഇപ്പം ഒരു വലിയൊരു കഥാപാത്രം, അതൊരു കഥാപാത്രത്തിൻ്റെ പേരായിട്ടാണോ വരുന്നത്, അതോ ഒരു സിനിമയിൽ അങ്ങനെ ഒരു പേര് വരാൻ എന്താണ് കാരണം? കഥാപാത്രത്തിൻ്റെ പേരാണ്. സാധാരണ നമ്മൾ അച്ഛന്മാരുടെ പേരാണല്ലോ വാലായിട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രോപ്പർ സർനെയിം കാണും. അതെ അതെ. ഇത് അമ്മയുടെ പേരാണ് യൂസ് ചെയ്യുന്നത്. അത് അർജുൻ്റെ കഥാപാത്രം ആനന്ദും, ശ്രീബാല എന്ന് അർജുൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സംഗീത ചേച്ചിയുടെ കഥാപാത്രത്തിൻ്റെ പേരാണ്. ഇപ്പം മിക്കവാറും പേരൊക്കെ അമ്മയുടെ പേരും കൂടെ വയ്ക്കാറുണ്ട്. അപ്പോൾ അത് പറഞ്ഞ പോലെ ആനന്ദ് ശ്രീബാല. അപ്പം തന്നെ ആനന്ദ് ശ്രീബാല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണോ, അതോ എന്തെങ്കിലും വലിയ കഥാകൃത്ത് എഴുത്തുകാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ കഥ? സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ബേസിക്കലി അർജുൻ്റെ ക്യാരക്ടറൈസേഷൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആളുടെ ക്യാരക്ടറാണ്. പുള്ളി താൽക്കാലികമായിട്ട് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗം കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ട്രൈൻ്റെ ഇടയ്ക്ക് ആണ് ഇപ്പം ജേർണലിസം കൊണ്ട് ഈ ഉള്ളിൽ പോലീസ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറിൻ്റെ ഒരു ഉള്ളിലൊരു ഇതുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു അൺസോൾവ്ഡ് കേസ്. അപ്പോൾ അത് അഭിലാഷ് എന്താണ്, നമ്മൾ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് പല ഇൻസിഡൻസിൽ നിന്നും, ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നിന്ന് എടുത്തു അങ്ങനെ പറയാൻ പറ്റില്ല, അതിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. പിന്നെ നമുക്ക് സിനിമയ്ക്ക് വേണ്ട എൻ്റർടൈനിങ് അല്ലെങ്കിൽ കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള എലിമെൻറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ മസാല ചേർത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് തോട്ട് പ്രോസസ്സിൽ വന്നൊരു സാധനമാണ്. തീർച്ചയായും ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും. കാരണം പ്രത്യേകിച്ച് അതിനകത്ത് എന്തെങ്കിലും ക്രൈം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ത്രില്ലർ ഒരു എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണോ, അതോ ഇതൊരു ടാഗ് ലൈൻ മാത്രമാണോ? അല്ലല്ല, ഡെഫിനറ്റ്ലി ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ത്രില്ലറാണ്. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന സമയത്ത് ഇതെന്താണ് സംഭവിക്കാൻ പോണത്, പെട്ടെന്നൊരു ട്വിസ്റ്റ്, അപ്പോൾ ഇതിലൊക്കെയാണല്ലോ നമ്മൾ ത്രില്ലടിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ത്രില്ലർ എന്നുള്ളൊരു ജോണർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാ എലിമെൻസും ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞത് DYSP ശങ്കർദാസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇയാൾ ഒരു കേസ് റീവിസിറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പം ഒരു അൺസോൾവ് കേസ് വീണ്ടും റീവിസിറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ കഥാപാത്രമാണ്. ഒരു ത്രൂ ഔട്ട് ദ മൂവി ഉണ്ടെന്ന് തന്നെ പറയാം. ആൻഡ് ഇതൊരു പേസി ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ്. അപ്പം നമ്മുടെ ട്രെയിലറിൽ നിന്ന് തന്നെ അത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഈ സിനിമയെക്കുറിച്ച് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായ, പലരും ചോദിക്കുന്നുണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ സിനിമ എന്ന് പലരും സംശയം ചോദിക്കും. അതെ, അത് എന്നോടും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആക്ച്വലി. പക്ഷേ അതൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഡെഫിനറ്റ്ലി റൈറ്റർ ഡയറക്ടറോട് ചോദിക്കേണ്ടി വരും. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി ഇവർ പറയുന്നത് അത് ഏതാണെന്ന് ഞാനും പറയുന്നില്ല, സൈജും പറയുന്നില്ല. പക്ഷേ വളരെ പോലീസിനെ കുഴക്കിയ ഒരു കേസും കൂടായിരുന്നു. അതാണോ എന്നാണ് ആളുകൾ സംശയം. കറക്റ്റ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ തന്നെ നമ്മൾ ഗോശ്രീ പാലവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന എന്തൊരു ഇൻസിഡൻറ്റുമായിട്ട്, അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പും പല ഇൻസിഡൻറ്റ്സ് നടന്നു കാണുമായിരിക്കും, നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നതല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആണോ ഇനിയിപ്പം അഭിലാഷിനെ ഇൻസ്പയർ ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ബാക്കി ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ക്ലോഷർ ഉണ്ടല്ലോ, ഈ കേസിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സിൻ്റെ ഒരു ക്ലോഷർ ഉണ്ടല്ലോ, അതൊക്കെ അഭിലാഷിന്റെ തോട്ട് പ്രോസസ്സിൽ സിനിമയാകുമ്പോൾ എന്തായാലും ഒരു ക്ലൈമാക്സ് വേണമല്ലോ. നമുക്ക് സാധാരണ ഇതുപോലുള്ള കേസുകൾ അവസാനിപ്പിക്കുന്ന പോലെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും മാളികപ്പുറം ടീം തന്നെയാണല്ലോ ഇതിനകത്തും. അപ്പം മാളികപ്പുറം ടീം എന്ന് വെച്ചാൽ അഭിലാഷ്, നമ്മുടെ സംവിധായകൻ എന്ന് പറയുന്നത് വിനയൻ സാറിന്റെ മകൻ വിഷ്ണുവിനെ, ഈസ് എ ഡെബ്യൂട്ടന്റ്. അദ്ദേഹം ഒരു ആക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്നും ഈ പറഞ്ഞ പോലെ സംവിധാനത്തിലായിരുന്നു താല്പര്യം. അദ്ദേഹം ഫോറിനിൽ പോയി ഫിലിം മേക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്.
വളരെ ലെവൽ ഹെഡഡ് കൂൾ ഹെഡഡ് ആയിട്ടുള്ള അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ്. ഈ ഡെബ്യൂ മൂവി പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആകുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ഇപ്പോൾ ഒരു സാധാരണ ഒരു പടം പോലെ അല്ല. ഇതിൻ്റെ അകത്ത് കുറേ ഈ ട്വിസ്റ്റുകളൊക്കെ വരുന്നത് കാരണം ഈ ലൂപ്പ് ഹോൾസ് ഒക്കെ ക്ലോസ് ചെയ്ത് വേണമല്ലോ ഇത് സ്റ്റോറി പറയാൻ. അപ്പം പെട്ടെന്നായിരിക്കും ഇപ്പം ആസ് ആൻ ആക്ടർ ഞാൻ ചെന്നിട്ട് വിഷ്ണു ഞാൻ ഇവിടെ ഈ ഡയലോഗ് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ. അപ്പം അവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ മൊത്തം മീനിങ്ങേ മാറിപ്പോകും, ഇന്നർ മീനിങ്. സോ വിഷ്ണു പറയും ചേട്ടാ 1 മിനിറ്റ് ഒന്ന് ഞാൻ ആലോചിച്ചിട്ട്, എന്നിട്ട് പുള്ളി ഒന്ന് പോയി ഇങ്ങനെ ആലോചിക്കുന്ന കാണാം ദൂരത്ത് പോയിട്ട്, എന്നിട്ട് ഹി വിൽ കം ബാക്ക് ആൻഡ് സേ ഒന്നില്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ചേട്ടൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുഴപ്പം കാണും. ചിലപ്പോൾ ആൾക്കാർക്ക് ഓഡിയൻസിലേക്ക് ചിലപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ഒരു റോങ് ഇതിലായിരിക്കും. തീർച്ചയായും വിഷ്ണുവിന് അച്ഛൻ്റെ ഒരു ശിക്ഷണവും ഡെഫിനറ്റ്ലി അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു നല്ല തലയുള്ള ഒരു സംവിധായകനാണ്. ആൻഡ് നമുക്ക് ഒരുപാട് നല്ല മൂവീസ് പല ജോണേഴ്സിലുള്ള പടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വിഷ്ണുവിൻ്റെ. അഭിലാഷിന്റെ തിരക്കഥ എന്ന് പറയുമ്പോൾ അഭിലാഷ് പല ജോണറിലുള്ള തിരക്കഥകൾ ഇപ്പം നൈറ്റ് ഡ്രൈവ് എഴുതിയിട്ടുണ്ട്, പിന്നെ കടാവർ. അതെ ഇതിനൊക്കെ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയാണ് പെട്ടെന്ന് ഒരു മാളികപ്പുറം വരുന്നത്. അതൊരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. അതിനുശേഷം പിന്നെ വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിലേക്ക് വരുന്നു. നൈറ്റ് ഡ്രൈവ് ഇതേപോലത്തെ ഒരു രാത്രി നടക്കുന്ന ഒരു ത്രില്ലറായിരുന്നു. ഇപ്പൊ സൈജുവിനെ സംബന്ധിച്ചാണെങ്കിലും ഭരതനാട്യം ഇപ്പം കഴിഞ്ഞ സിനിമയാണെങ്കിലും എല്ലാം ക്യാരക്ടർ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഇതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി ആനന്ദ് ശ്രീബാലയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതേ രൂപത്തിൽ, അപ്പോൾ ഞാൻ ഡിവൈസ് ആയതുകൊണ്ട് മീശ മാത്രം വെച്ചിട്ട് ഷേവ് ചെയ്തിരിക്കുകയാണ്. അതേ രൂപത്തിലാണ് ഞാൻ ഭരതനാട്യം ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഭരതനാട്യം നേരത്തെ റിലീസായി. രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് ആ വേരിയേഷൻ ഭയങ്കര വ്യക്തമായിട്ടറിയാം. ഇപ്പം എൻ്റെ ഇതിൻ്റെ അകത്ത് കഥാപാത്രം DYSP എന്ന് പറഞ്ഞ കഥാപാത്രം, ഇയാളുടെ ഒരു ക്യാരക്ടറൈസേഷൻ അത് ഫോമായി വന്നതാണ്. അതായത് ഇയാൾക്ക് ഇപ്പം നാച്ചുറലി പോലീസുകാരാകുമ്പോഴത്തേക്കും ക്രിമിനൽസിനോട് സോഫ്റ്റ് കോർണർ ഒന്നും കാണില്ലല്ലോ. ഇയാൾ അവരോടൊക്കെ ചിരിച്ച് സംസാരിക്കുള്ളൂ, ചിരിച്ചുകൊണ്ട് ഇൻ്റർവ്യൂട്ടൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് നല്ല സമാധാനത്തോടെ ചെയ്യുള്ളൂ. പക്ഷേ ഇയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവരോട് വളരെ സീരിയസ് ആയിട്ട് ചിരിക്കാണ്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി അത് ഫോമായി വന്നതാണ്. അത് അങ്ങനെ അഭിലാഷോ അല്ലെങ്കിൽ വിഷ്ണുവോ എന്നോട് അത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതല്ല. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ലെജൻഡ് ആക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടില്ല, എന്തൊരു മാജിക്കാണ് സംഭവിക്കുന്നത് ഈ ക്യാമറയുടെ മുമ്പിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോം ഓഫ് മാജിക് ആയിരിക്കാം അതങ്ങനെ സംഭവിച്ചത്. പക്ഷേ അത് ഓൺ സ്ക്രീൻ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ പലരോടും സംസാരിക്കാൻ കേട്ടിരിക്കുന്നത് മിക്കവാറും പോലീസ് ഓഫീസേഴ്സൊക്കെ സമാധാനപൂർവ്വമാണ് സംസാരിച്ച് തുടങ്ങുന്നത്. കാരണം ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു സംഭവമാണല്ലോ. അപ്പം തുടക്കത്തിൽ സ്മൂത്തായിട്ട് പോകും. അതെ സ്മൂത്തായിട്ട് പോയിട്ട് കാര്യം നടക്കണമെങ്കിൽ പിന്നെ അങ്ങനെ പോയാൽ മതിയല്ലോ. ഇപ്പോൾ ഭരതനാട്യം ആണെങ്കിലും നല്ല കോമിക് ടച്ച് അല്ലേ, ഒരു കോമഡി ടച്ച് ഉള്ള ഒരു സിനിമയാണ്. അപ്പം സൈജുവിന് അതാണോ കംഫർട്ടബിൾ, ഇതാണോ കംഫർട്ടബിൾ? എനിക്ക് ആക്ച്വലി ഇപ്പം ഈ DYSP ശങ്കർദാസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വളരെ കൂളായിരുന്നു. നമുക്ക് ഹ്യൂമർ കുറച്ച് പ്രയാസമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റും, അല്ല അത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഓക്കെ ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് കോമഡി നമ്മുടെ രീതിയിൽ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു സീസൺഡ് കൊമേഡിയൻ അല്ല. എന്നെ അങ്ങനത്തെ ഒരു ബ്രാക്കറ്റിൽ ഓഡിയൻസ് വെച്ചിട്ടുമില്ല. കംഫർട്ടബിൾ എനിക്ക് എപ്പോഴും സീരിയസ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. അത് കുറച്ചുകൂടെ പാളാൻ ചാൻസ് കുറവാണ്. കോമഡി വളരെയധികം ചാൻസ് ഉണ്ട് പാളാൻ. ചിരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ പക്ഷേ ചില സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഭരതനാട്യത്തിൽ തന്നെ നമ്മൾ വിചാരിക്കാത്ത ചില സാധനങ്ങളിലൊക്കെ ആൾക്കാർ ചിരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ തിയേറ്ററിൽ അതങ്ങനെ അധികം വർക്കായില്ല, പക്ഷേ OTT ഒരു 1 ബ്ലോക്ക് ബസ്റ്ററായി. അപ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് പറയും ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിട്ടുണ്ട്, ഞാനും അമ്മയൊക്കെ ആയിരുന്നു ഭയങ്കര ചിരിയായിരുന്നു പറയുമ്പോഴത്തേക്കും അവിടെ അത്രയും ചിരി വരുന്നുണ്ടല്ലേ. പക്ഷെ നമ്മളന്ന് ഷൂട്ട് ചെയ്ത ആ സീൻ കാണുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അത്രയും വലിയൊരു ചിരി വരുമെന്നൊക്കെ നമുക്ക് തോന്നില്ല. എന്താ പറയുക സാഹചര്യത്തിന്റെ മൊത്തത്തിൽ ആ സിനിമ കണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് കോമഡി ഈസ് ആക്ച്വലി ടഫ് ചേച്ചി. അത് നമുക്ക് അത് ചെയ്താലത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരാളെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു 5-6 പേര് കാണും, ഇവരുടെയൊക്കെ ആ ഗ്രൂപ്പിലിരുന്ന് തമാശ പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഗ്രൂപ്പിനെ ചിരിപ്പിക്കാൻ അറിയാവുന്ന ആൾക്കാർ, ഇവർ തന്നെ ചിലപ്പോൾ അഭിനയിക്കുമ്പോഴത്തേക്കും ഓഡിയൻസിലേക്ക് ആ ചിരി കിട്ടണമെന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് തമാശ പറയുന്ന ആളൊന്നുമല്ല.
അത് അതിൻ്റെ ഞാൻ തന്നെ അത് ഒഴിവാക്കിയതാണ് ഈ തമാശ പറച്ചിൽ. എന്ന് വെച്ചാൽ ആൾക്കാർ ചിരിക്കാണ്ടായെന്ന് വെച്ചാൽ അതൊരു ചിരിക്കില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ തമാശ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊക്കെ സീരിയസ് ആയി പോകും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞ് അനു ഞാനൊരു തമാശ പറഞ്ഞു വൈഫിൻ്റെ പറയുകയാണ്. അപ്പോൾ അനു എന്നെ നോക്കിയോ തമാശ ആയിരുന്നല്ലേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ. അത് തന്നെ. ഇപ്പൊ ഈ സിനിമയുടെ ആനന്ദ് ശ്രീബാലയുടെ ട്രെയിലർ, അതിനകത്ത് ഞാൻ സത്യം തെളിയിക്കും അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ട്രെയിലർ എങ്ങനെ സ്വീകരിച്ചു പ്രേക്ഷകർ? ട്രെയിലർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അതിൻ്റെ വ്യൂസ് ഭയങ്കരമായിട്ടുണ്ടായി. ട്രെയിലർ വന്നതിന് ശേഷം കുറച്ചുകൂടെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, അത് ആൾക്കാർ പറഞ്ഞതാണ് നമുക്ക്. അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ വന്നിരിക്കുന്ന കമൻസ് അതിലൊക്കെ ഇതാ എഴുതിയിരിക്കുന്നത്. ഒന്നല്ലേ എഴുതിയിരിക്കുന്നത് ഇതാ പർട്ടിക്കുലർ കേസാണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു ഈ ട്രെയിലർ ഭയങ്കര ഗംഭീരമാണെന്നുള്ള ഈ 2 ടൈപ്പ് ഓഫ് കമൻസ് ആണ് മൊത്തം വന്നിരിക്കുന്നത്. പൊതുവെ ഇപ്പം ഈ സിനിമ ഇപ്പം അടുത്ത് വന്ന സിനിമകളൊക്കെ തന്നെ നോക്കിയാലും ഈ ക്രൈമും ത്രില്ലറും ഒക്കെ ആളുകൾ കൂടുതൽ സ്വീകരിക്കുന്നത് കാണാം. കാരണം ആൾക്കാർക്ക് എല്ലാ മനുഷ്യരുടെ മനസ്സിലും അങ്ങനെ ഒരു ത്രില്ലറിനോടൊരു താല്പര്യം, പ്രത്യേകിച്ച് യൂത്തൊക്കെ ഭയങ്കര ത്രില്ലറിനോട് താല്പര്യമുള്ള. അപ്പോൾ ഈ സിനിമയുടെ ഇത് മാറി വരുവാണോ? കൂടുതലും ഇങ്ങനത്തെ സിനിമകൾ ആക്സെപ്റ്റ് ചെയ്യാനും വളരെ ആകാംക്ഷയോടെയാണ് ആളുകൾ അതിനെ സമീപിക്കുന്നത്. ചേച്ചി, ഇത് പണ്ടും ഉണ്ടായിരുന്നു ആക്ച്വലി ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്. ഇപ്പോൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം മനോരമ മംഗളം പോലത്തെ വാരികളിൽ ഞാനൊക്കെ കൊച്ചായിരുന്നു, ഇപ്പോൾ 80s കാര്യം ഞാൻ പറയുകയാണ്. അമ്മ ഇതെല്ലാം വായിക്കുമായിരുന്നു മാഗസീൻസ്. അതിൻ്റെ അകത്ത് എല്ലാ ആഴ്ചയും ഓരോ ക്രൈം സ്റ്റോറി കാണുമായിരുന്നു, കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്നത്. അപ്പോൾ ഇത് അമ്മ ഇങ്ങനെ വായിച്ച് റിയൽ ഇൻസിഡൻസ് അത് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ പേപ്പറിൽ ഞാൻ മിക്കവാറും പേരെ കണ്ടിരിക്കുന്നത് ഈ ഫസ്റ്റ് പേജിൻ്റെ ഹെഡ്ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിരിക്കും നമ്മുടെ സിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഓരോ ക്രൈംസ് ഒക്കെ, എന്താണ് 10 കിലോ മറ്റേ ഡ്രഗ്സ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരുന്നത്. ഇത് പെട്ടെന്ന് വായിച്ചു ചേർക്കും ആൾക്കാർ. അത് കഴിഞ്ഞിട്ടാണ് സ്പോർട്സിലേക്ക് പോകുന്നത്. പിന്നെയാണ് ഈ ഇടയ്ക്കുള്ള നമ്മുടെ ബിസിനസ്സിനെ പറ്റിയുള്ളതും അല്ലെങ്കിൽ വേൾഡ് ന്യൂസൊക്കെ ആൾക്കാർ വായിക്കുന്നത്. അതിലേക്ക് പോകും. അത് സമയം കിട്ടുവാണെങ്കിൽ മാത്രമേ അത് വായിക്കുള്ളൂ. മറ്റേത് പക്ഷേ സമയം കിട്ടിയില്ലെങ്കിലും അത് ഓടിച്ച് വായിക്കും. അപ്പം ആൾക്കാർക്ക് ഇത് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം CBI ഡയറിക്കുറിപ്പ് എന്ന് പറഞ്ഞ പടം എന്ന് വന്നതാണ്. അതിനൊന്ന് ആൾക്കാർക്ക് ഇതുണ്ടായിരുന്നു. ഐ മീൻ ആൾക്കാർ കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്രൈം ഓറിയൻറ്റഡ് ഒരു വയലന്റ് ഒരു സ്റ്റോറിയാണ്. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുന്നു. പ്രത്യേകിച്ച് ഈ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ആകുമ്പോഴേ ആളുകൾ ഇത് എങ്ങനെയാണ് ഈ ക്രൈമൊക്കെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെളിയിക്കുന്നത്, അതൊക്കെ അറിയാനുള്ള ഭയങ്കര. ഞാൻ തന്നെ ഈ ഇതിൻ്റെ അകത്ത് നമ്മുടെ സോണി ലിവ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ക്രൈം പാട്രോൾ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട്. ഇത് പണ്ട് യൂട്യൂബിലാണ് വന്നുകൊണ്ടിരുന്നത്. അവരുടെ യൂട്യൂബ് ചാനലാണ് ഇത് ഇട്ടുകൊണ്ടിരുന്നത്. അതായത് ചാനലിൽ വന്നിട്ട് പിന്നെ യൂട്യൂബിൽ വരും. ഇപ്പോൾ അത് പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്, OTT പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്. അതിൽ റിയൽ ഇൻസിഡൻസ് അവർ റോൾ പ്ലേ ചെയ്ത്. അപ്പം ഞാനത് കണ്ടു തുടങ്ങിയതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര രസമായിട്ട് അവരൊക്കെ അഭിനയിക്കുന്നത്. ഈ പോലീസ് ഓഫീസേഴ്സൊക്കെ കറക്റ്റ് ഇവർ പോലീസ് ഓഫീസർ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ വേറെ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന വേറെ കഥാപാത്രങ്ങൾ, സാധാരണ ജനങ്ങളായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് അവർ ഒന്നിൽ സ്റ്റേജ് പെർഫോമൻസ്, ഐ മീൻ സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവരങ്ങനെ ഗ്രൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോളോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു എപ്പിസോഡിൽ അപ്പോൾ തുടങ്ങുന്നത് ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ. ബോൾ പോയി ദൂരത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ബോഡി, അൺഐഡന്റിഫൈഡ് ബോഡി, വിഷ്വൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്നിട്ട് ചിലപ്പോൾ മുഖം ക്ലിയർ ആയിരിക്കില്ല, ഐഡന്റിഫിക്കേഷൻ ഒന്നും ചാൻസ് ഇല്ല. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഏറ്റവും അധികം ചെയ്യുന്നത്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ അല്ലെങ്കിൽ നമ്മളവിടെ മിസ്സിംഗ് കേസസ് ഏതാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് മിസ്സിംഗ് കേസസിൽ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അവരൊന്നും ഐഡന്റിഫൈ ചെയ്യും, പിന്നെ അടുത്തതെന്ത് എന്നൊക്കെയുള്ള ആ രീതിയിൽ. അപ്പം മിക്കവാറും കേസസിലൊക്കെ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ ഈ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് പക്ഷേ ഇവരൊക്കെ എങ്ങും എത്താൻ പറ്റുന്നില്ല. പിന്നെ അവരെങ്ങനെയാണ് വേറെ രീതിയിൽ എത്തുന്നത് എന്നുള്ളതാണ് എല്ലാ എപ്പിസോഡിലും അവർ കാണിക്കുന്നത്. സിനിമ കണ്ടിട്ട് കുറെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നില്ലേ? ഈ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു സിനിമ? ലൊക്കേഷൻ മേജർലി എറണാകുളം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം നാഗർകോവിലിൽ ഷൂട്ട് ചെയ്തു. അപ്പം അവിടെ എനിക്കൊന്നൊരു 5-6 ദിവസം നാഗർകോവിലുണ്ടായിരുന്നു. സൈജു ഇപ്പം വേറെ ഏതൊക്കെ പ്രോജക്ട്സിലാണ് ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഞാൻ ഇനിയിപ്പോൾ എനിക്ക് റിലീസ് ചെയ്യാൻ പോണത് ഒന്ന് നവംബർ 22-ാം തീയതി, അതായത് അടുത്ത ആഴ്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതൊരു കുട്ടികൾ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന
ഒരു സിനിമയാണ്. എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ മിക്കവാറും കുട്ടികളുടെ സിനിമകളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം പല്ലോട്ടി ഇപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചു. മാളികപ്പുറത്തിന്റെ എഫക്റ്റ് ആണോ? മാളികപ്പുറത്തിൽ എന്നെ വിളിച്ചു. അല്ല, അതിന് മുമ്പ് ആൻമറി കലിപ്പിലാണെങ്കിൽ ഞാനുണ്ട്. പിന്നെ കൂലിമിട്ടായി എന്ന് പറഞ്ഞ ആ വർഷത്തെ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം കിട്ടിയ സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കൂടെ കുറച്ചധികം ഇതാണ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. വിനീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു ഡെബ്യൂട്ടൻ ഡയറക്ടറാണ് അത് ഡയറക്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വരാൻ പോകുന്നത് അഭിലാഷം എന്ന് പറഞ്ഞൊരു പടം, ഷംസു സൈബ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ. പിന്നെ ഒരു ഫാൻറ്റസി മൂവി ചെയ്തിട്ടുണ്ട്, ഞാനും സണ്ണീവേനും അപർണദാസും അഭിനയിച്ച്. അപർണദാസാണ് ഇതിൻ്റെ അകത്ത് ഹീറോയിൻ. ആനന്ദ് ശ്രീവാലയിലും അപർണദാസാണ് അർജുൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. അപ്പം അപർണ എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്നതിൻ്റെ പേര്. ഒരു ഫാൻറ്റസി മൂവിയാണ്, ഒരു രസമുള്ള. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ലാസ്റ്റ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ള, പ്രത്യേകിച്ച് പുതിയ സംവിധായകനും ഒക്കെ അല്ലേ, എന്താണ് അവരോട് പറയാൻ? തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണ്ട ഒരു സിനിമയും കൂടെ ആയിരിക്കുമല്ലോ. തീർച്ചയായും പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ സിനിമകൾ നല്ല സിനിമകൾ തിയേറ്ററിൽ പലർക്കും മിസ്സാവും. പക്ഷെ പിന്നെ ഇത് ഒരു സാറ്റലൈറ്റ് ചാനലോ OTT പ്ലാറ്റ്ഫോമിലോ വരുമ്പോഴത്തേക്കും അയ്യോ അത് മിസ്സായി പോയി, പലരും ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. 13 വയസ്സിന് മേളിലുള്ള ഏത് ആൾക്കാർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. സകുടുംബം കാണാവുന്നതാണ്, കൂട്ടുകാരോടൊപ്പം കാണാവുന്നതാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ത്രില്ലറാണ്. നിങ്ങൾ കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് മുതലാവും. എന്തായാലും ആനന്ദ് ശ്രീബാല വലിയ വിജയമാകട്ടെ. താങ്ക് യു.